ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് നമുക്ക് എറണാകുളം സൗത്തിൽ ഒരു ഫ്ലാറ്റിലാണ് നമ്മൾ ഇൻറ്റീരിയർ വർക്ക് ഉൾപ്പെടെ എല്ലാം റിനോവേഷൻ വർക്കായിട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെഫറൻസിൽ വന്നൊരു വർക്കായിരുന്നു. അപ്പം ഫ്രണ്ടിൻ്റെ പേര് വിദ്യ എന്നാണ്. ഓൾറെഡി നമ്മൾ അവരുടെ ഒരു ഫ്ലാറ്റും ഇതേപോലെ തന്നെ ഇൻറ്റീരിയർ ടോട്ടൽ റിനോവേഷൻ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തത്. അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഒരു റെഫറൻസിലേക്ക് വന്നത്. ഇതിൻ്റെ ക്ലയൻറ്റിൻ്റെ പേര് ഗിരീഷ് നായർ എന്നാണ്. സാറ് വളരെയധികം കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് ഈ ഡിസൈനിങ്ങിൻ്റെ പാർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡിസൈനിങ്ങിൽ നമുക്ക് വളരെയധികം ഫ്രീഡമാണ് തന്നത്. നമ്മൾ കൊടുക്കുന്ന പ്രപ്പോസൽ സാറിന് വളരെയധികം ഇഷ്ടപ്പെടുകയും ഫാമിലിക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യങ്ങളിലേക്ക് സാറ് വരികയും ചെയ്തു. വളരെയധികം കോപ്പറേറ്റീവ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് ഫ്രീക്വൻറ്റ് വിസിറ്റ്സ് പോലും സൈറ്റിൽ വരാറില്ലായിരുന്നു. നമ്മളെ 100% ട്രസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു 4 months ആയിരുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്കത് ഒരു 3 monthsനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. അതും സാറിനും ഫാമിലിക്കും വളരെയധികം സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്നാണ്. നമുക്ക് ഹോം ആർട്ടയുടെ ടോട്ടൽ ടീമിന് തന്നെ അതൊരു വളരെയധികം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയതിൻ്റെ ഒരു അപ്രിസിയേഷനും അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുകയും സോ വി ആർ വെരി മച്ച് ഹാപ്പി. ഞങ്ങൾ ഈ ഫ്ലാറ്റ് താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷത്തോളമായിരുന്നു. അപ്പോൾ ഈ 20 വർഷത്തിൽ കൊണ്ടുണ്ടായ ആ പഴക്കം ഒന്ന് റീഫർണിഷ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഞങ്ങൾ ഇങ്ങനെ പലരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനകത്തിൽ ഒരു പുതിയ വീട് വയ്ക്കാൻ നമുക്ക് ആളെ കിട്ടും. റീഫർണിഷ് ചെയ്യുകയെന്ന് വെച്ചാൽ വലിയ പാടാണ്. അതായത് നമുക്ക് വിശ്വസിച്ച ഒരാളെ എത്തിക്കുക എന്ന് പറയുന്നത് എപ്പോഴും പ്രയാസമാണ്. അങ്ങനെ എൻ്റെ ഒരു കസിൻ വഴി ഒരു റെഫറൻസിലാണ് ഞാൻ ഈ ഹോം ആർട്ട് അല്ലെങ്കിൽ മീരാൻ്റെ ആ ഒരു പ്രസ്ഥാനത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും മീരാനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അവിടെ മുതൽ പിന്നീട് വർക്കെല്ലാം വളരെ ഫാസ്റ്റാണ്, കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റായി. കാരണം ഞാനിത് മീരാനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു 2-3 ദിവസം തന്നെ മീരാനും മീരാൻ്റെ ടീമും ഇവിടെ എത്തുകയും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്രപ്പോസൽസ് എടുക്കുകയും ചെയ്തു. ആ പ്രപ്പോസൽ വിതിൻ ഒരു 2-4-5 ഡേയ്സിൽ പ്രപ്പോസലും എനിക്ക് കിട്ടി. ആ പ്രപ്പോസൽ കിട്ടിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞങ്ങൾ മനസ്സിൽ കരുതിയിരുന്നത് ഏകദേശം ഒരു 90-95% അതിനകത്തുണ്ടായിരുന്നു. അത് ഞങ്ങൾക്കൊരു വലിയ കാരണം സാധാരണഗതിയിൽ ഒരു പ്രപ്പോസൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 101 ചേഞ്ചസ് ചെയ്യേണ്ടി വരും. ഇതങ്ങനെയൊന്നും വന്നില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച ചേഞ്ചസ് എന്തൊക്കെയായിരുന്നോ അതെല്ലാം അതുപോലെ വന്നു. ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെ ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ വർക്ക് അവാർഡ് ചെയ്തു. ഹോം ആർട്ടിന് തന്നെ ഞങ്ങൾ കൊടുത്തു. വേറെ ആരെയും ഞങ്ങൾ കൺസൾട്ട് ചെയ്തില്ല. ഞങ്ങൾക്ക് വി വെർ വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രപ്പോസൽസ്. അങ്ങനെ പിന്നെ വർക്ക് സ്റ്റാർട്ടായപ്പോഴും ഒരു 4 months ചെയ്തു തരാമെന്നാണ് ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നത്. അപ്പം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒരു 3 months ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് നല്ലതാണ്. കാരണം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഒന്ന് പുറത്ത് വേറെ വീട്ടിൽ പോയി താമസിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 3 months ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് ഹാപ്പി ആയിരിക്കുന്നവർ. എന്നാൽ എന്തായാലും വർക്ക് സ്റ്റാർട്ടായി. പിന്നെ വർക്ക് സ്റ്റാർട്ടായി ഞങ്ങൾ വീട് ഒഴിഞ്ഞു കൊടുത്ത് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. ബാക്കി പിന്നെ എല്ലാം അവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോയി. ഒരു 2 months കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് നോക്കുന്നത് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അവിടെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതി അതിൻ്റെ അപ്പുറത്തേക്കോ നമുക്ക് റിസൾട്ട്സ് അവിടെ വരുന്നുണ്ടായിരുന്നു. വെരി സാറ്റിസ്ഫൈഡ് എന്ന് തന്നെ പറയാം. അങ്ങനെ വർക്ക് എക്സാക്ട്ലി തേർഡ് മന്തിൽ ഞങ്ങൾക്ക് വർക്ക് ഫിനിഷ് ചെയ്ത് നമുക്ക് കീ ഹാൻഡ് ഓവർ ചെയ്തു എന്നുള്ളതാണ്. അതായത് ഞങ്ങളൊരു April 15 എന്നൊരു ഡേറ്റ് അന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. April 14 ഈവനിങ്ങിൽ എന്നെ വിളിച്ച് പറയുവാണ്, സാർ വർക്കെല്ലാം ഫിനിഷായി, താക്കോല് റെഡിയാണ്, നാളെ താക്കോല് തന്നേക്കണ്ടെന്ന് ചോദിച്ചു.
അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത്. പിന്നെ വർക്കിൻ്റെ ക്വാളിറ്റിയിലാണെങ്കിലും ഞാൻ ഒരു എന്താ പറയുക ഒരു പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല, വി ആർ ടോട്ടലി സാറ്റിസ്ഫൈഡ്. കാരണം ഇതിപ്പോൾ എനിക്ക് സാധാരണ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ ഈ കംപ്ലയിൻസ് വരുന്നത് എന്ത് പണിയുണ്ടെങ്കിൽ. ഇത് ഒരു കംപ്ലൈൻറ്റും പറയേണ്ടി വന്നില്ല, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്താ മീരാൻ ഒരു വീഡിയോ ഞങ്ങളെ കാണിച്ച് അതുപോലെ തന്നെ ഇരുന്ന് വീട് കിട്ടിയത്, എനിക്കൊന്നും പറയാനില്ല. So we are very thankful to Hallmark. We are thankful to Meeran. Thank you.